ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്ന സൂചനയുണ്ട്. കുൽഗാമിൽ പ്രത്യേകിച്ചും ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ബൽറാം, ഈ പഹൽഗാം ശാന്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഈ സുരക്ഷാ ഏജൻസികളുടെ കവറിലാണോ പഹൽഗാം ഇപ്പോഴും? SKN പഹൽഗാമിലെ ഏതാണ്ട് 50 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. CRPFന്റെ പ്രത്യേക വിഭാഗത്തെ ഉൾപ്പെടെ ഇന്ന് രാവിലെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. വനമേഖലയിൽ തെരച്ചിൽ നടത്താൻ കഴിയുന്ന പ്രത്യേക ഉപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ 50 കിലോമീറ്റർ ചുറ്റളവിൽ പുറമേ നിന്നുള്ള ആളുകളെ, മാധ്യമപ്രവർത്തകരെ അടക്കം പ്രവേശിപ്പിക്കുന്നില്ല. അവരുടെ സുരക്ഷ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവേശനം അനുവദിക്കാത്തത് എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്നുള്ളത്. ഒപ്പം തന്നെ ബുക്കിംഗ് ഉള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇന്ന് ആ മേഖലയിൽ എത്തിയിരുന്നു എങ്കിലും അവരെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. സുരക്ഷാ കാരണങ്ങൾ വിശദീകരിച്ച് തന്നെയാണ് സുരക്ഷാ സേന അവരെ തിരിച്ചയച്ചത്. ജമ്മു കശ്മീർ പോലീസിന്റെയും CRPFന്റെയും സൈന്യത്തിന്റെയും സംയുക്ത സംഘം ഈ മേഖലയിൽ വനമേഖല അരിച്ചുപെറുക്കുകയാണ്. ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരർ വനമേഖല വിട്ടു പോയിട്ടില്ല എന്ന ഒരു നിഗമനത്തിലാണ് സുരക്ഷാ സേന ഇപ്പോഴും ഉള്ളത്. ആദ്യഘട്ട വിവരം ലഭിച്ച ഉടൻ തന്നെ ഈ മേഖലയിൽ ആവശ്യമായ മുൻകരുതലുകൾ നൽകിയിരുന്നു, സേനാ വിന്യാസം നടത്തിയിരുന്നു. അവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ള മേഖല ഉൾപ്പെടെ അടച്ചുകൊണ്ടുള്ള നടപടികൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ ഈ വനമേഖലയിൽ ഏതോ ഒരു ഒളിസ്ഥലത്തിൽ ഈ ഭീകരവാദികൾ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റെവിടെയോ ഒരു അഭയം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല വിട്ടുപോയിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ആക്രമണം നടത്തിയ TRF എന്ന സംഘടനയുടെ കമാൻഡർ അടക്കമുള്ളവരെ ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. കുൽഗാമിൽ 3 ഭീകരവാദികളെ ഈ ഒളിത്താവളത്തിലുണ്ട് എന്നാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഭീകരവാദികൾ പല മേഖലകളിലും ഉണ്ട് എന്ന വിവരം ലഭിച്ച ഇടങ്ങളിൽ എല്ലാം തന്നെ സൈനികരെ ഇറക്കി ഉള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് കുൽഗാമിൽ സൈന്യത്തിന് നേരെ ഭീകരവാദികൾ ഒളിച്ചിരുന്ന വെടിയുതിർത്തത്. തുടർന്നാണ് ഈ പ്രദേശം വളഞ്ഞിരിക്കുന്നത്. കുൽഗാമിൽ ഇപ്പോഴും ഏറ്റുമുട്ടലിന് സമാനമായ ഒരു സാഹചര്യം തുടരുന്നു. ഭീകരവാദികളുടെ ഒളിത്താവളം വളഞ്ഞിരിക്കുകയാണ് സൈന്യം. മറ്റു പലയിടങ്ങളിലും സമാനമായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അതിർത്തി മേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ സൈന്യത്തിന്റെ തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. അതിനിടെ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ഒരു ഭീകരാക്രമണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരു അരക്ഷിതാവസ്ഥ, ഒപ്പം തന്നെ അവരുടെ സാമ്പത്തികമായ ഒരു നട്ടെല്ലിന് തന്നെ തകർക്കുന്നതാണ്. വിനോദസഞ്ചാര മേഖലയെ തകർക്കുന്ന തരത്തിലാണ് ഈ വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്ന ഘട്ടത്തിലുണ്ടായി ഈ ആക്രമണം. ഇത് അവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്ക, ഒപ്പം വിനോദസഞ്ചാരികൾക്കുള്ള ആശങ്ക, കൂടാതെ ഈ ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷനിലെ സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സർവകക്ഷി യോഗം. സംസ്ഥാനത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ഈ നാളെ വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട്. SKN.